Now we are going to discuss jump in loops. അതായത് ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ജംപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി വി ഹാവ് ലേൺഡ് that there are three loops in C, that is for loop, while loop and do while loop. C ലാംഗ്വേജിൽ നമ്മൾ പഠിക്കാനുള്ള 3 ലൂപ്പുകളാണ് ഇത് മൂന്നും. അപ്പോൾ സിൻ്റെ ലൂപ്പ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ്. Similarly, jump statements. Now we are going to discuss jump related to this loops. ഈ ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജംപ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സി പ്രോഗ്രാമിങ്ങിലുള്ള ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓൾസോ ഓഫ് 3. That is, we have a goto statement, we have a break statement, and then comes continue. So jump statements in സിയിലുള്ള jump statements ആണ് goto statement, break statement, continue statement. ഓൾറെഡി നമ്മൾ goto സ്റ്റേറ്റ്മെൻറ്റും break സ്റ്റേറ്റ്മെൻറ്റും യൂസ് ചെയ്തതാണ് in some other chapters, and in this chapter we will learn also about continue. അപ്പോൾ നമ്മൾ ജംപ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ if we talk about jump that is related to loop, then we can say there are two types of jumps. That is, it may be within the loop. First one is it may be within the loop, and other one is it will be out of the loop. Okay, അപ്പോൾ നമുക്ക് ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ജമ്പ് വിത്തിൻ ദ ലൂപ്പ്. അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? ജമ്പ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വിത്തിൻ ദ ലൂപ്പ്. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വി വിൽ ജമ്പ് വിത്തിൻ ദ ലൂപ്പ്. ആൻഡ് അടുത്തതാണ് ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ പുറമേക്ക് ജമ്പ് ചെയ്യുക. അതായത് ദാറ്റ് ഈസ് വെൻ വി സേ വി ആർ ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പ്, വി ആർ ആക്ച്വലി എക്സിറ്റിംഗ് ദാറ്റ് ലൂപ്പ്. ആ ലൂപ്പ് എന്ത് ചെയ്യാണ്? എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് യു ടോക്ക് അബൌട്ട് വിത്തിൻ ദ ലൂപ്പ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇഫ് യു ആർ യൂസിങ് goto സ്റ്റേറ്റ്മെൻറ്റ്. goto സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, goto സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒരു ലൂപ്പിൻ്റെ വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ലൂപ്പിൽ നിന്ന് പുറമേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് goto സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ഇഫ് യു ടോക്ക് അബൌട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഔട്ട് ഓഫ് ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വെനെവർ വി യൂസ് ബ്രേക്ക്, നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് ദ ലൂപ്പ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ജമ്പ് വിത്തിൻ ദ ലൂപ്പ്. ഓക്കെ, സോ കണ്ടിന്യൂ കംസ് ഹിയർ. സോ ഇതാണ് 3 ലൂപ്പുകളുണ്ട്. ഇപ്പോൾ ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ജംപ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ജമ്പ് ഇൻ സി എന്ന് പറയുന്ന കൺസെപ്റ്റ് ജമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. goto സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2 ടൈപ്പ് ജമ്പാണുള്ളത്. വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ലൂപ്പ് ജമ്പിങ്. അതുപോലെ തന്നെ വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഒന്ന് goto ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ലൂപ്പിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് goto ഉപയോഗിക്കാം. gotoനെ ഔട്ട് ഓഫ് ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വി ക്യാൻ ഓൾസോ യൂസ് വാട്ട്? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ശരിക്കും 2 കൺസെപ്റ്റുകളാണ്. വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്കിപ്പിംഗ്. നമ്മൾ എന്ത് ചെയ്യാണ്? സ്കിപ്പ് ചെയ്യാണ്, ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യാണ്. ഇനി നമ്മൾ ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലീവിങ് ദ ഗ്രൂപ്പ്. നമ്മൾ അവിടെ ലൂപ്പ് എന്ത് ചെയ്യാണ്? ലീവ് ചെയ്യാണ്. അപ്പോൾ ലീവ് ചെയ്യുന്നതായാലും നമ്മൾ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്യുന്നതായാലും ദീസ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ലീവിങ് ദ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ദിസ് വൺ, സ്കിപ്പിങ്ങിൻ്റെതാണ്. അപ്പോൾ അതായത് ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എനിവേ വി ക്യാൻ സേ ദാറ്റ് ജംപ്സ് ആർ ഓഫ് 2 ടൈപ്സ്, ദാറ്റ് ഈസ് വിത്തിൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. ഇനി വിത്തിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്കിപ്പാണ്. അപ്പോൾ അതെന്താണ്?
അതിനു വേണ്ടി ഗോ ടു കണ്ടിന്യൂ യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ലൂപ്പ് പോകാൻ വേണ്ടി ഗോ ടു അതുപോലെ തന്നെ ബ്രേക്ക് ആണ് യൂസ് ചെയ്യുന്നത്. We are now talking about break statement. So already നമ്മൾ break statement എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്ത സമയത്ത് വാട്ട് ഹാപ്പൻഡ്? ഇനി ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് whenever this break is encountered, the control of the program will come out of the switch. ഓക്കെ, അപ്പം ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ടേക്ക് വരും? ഔട്ട് ഓഫ് ദ സ്വിച്ച് വരും. അപ്പോൾ നമ്മളിവിടെ we talked about many jumps. അപ്പോൾ എന്താണ് ഇവിടെ ശരിക്കും ജമ്പ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കൺട്രോൾ ഓഫ് ദ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ആണ് എന്ത് ചെയ്യുന്നത്? ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ജമ്പ് എന്ന് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യും, അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ലൂപ്പ് എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും. സോ സ്വിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്ത സമയത്ത് കൺട്രോൾ കെയിം ഔട്ട് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ we can also use this break statement along with the loops also. നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്സിൻ്റെ കൂടെ എന്ത് ചെയ്യാം? ബ്രേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ ഉള്ളിലും ലൂപ്പിൻ്റെ ഉള്ളിലും ഉപയോഗിക്കാം. അപ്പോൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വിച്ച് എക്സിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൂപ്പ് എന്ത് ചെയ്യുന്നു? എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ദർ ആർ ആക്ച്വലി ടു തിങ്സ്. അതായത് ചില സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും ചില ഭാഗങ്ങൾ, സം പാർട്ട് ഓഫ് ദ ലൂപ്പ്, ഓർ വി മേ ഹാവ് ടു ലീവ് ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ സ്കിപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് സംതിങ് ദാറ്റ് ഈസ് ഡൺ വിത്തിൻ ദ ലൂപ്പ്. അതുപോലെ തന്നെ ലീവിങ് ക്യാൻ ബി കൺസിഡർഡ് ആസ് വി ക്യാൻ സേ എക്സിറ്റിംഗ് ദ ലൂപ്പ്, ഓർ വി ക്യാൻ സേ കമ്മിങ് ഔട്ട് ഓഫ് ദി ലൂപ്പ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ ലീവ് ചെയ്യുന്നു. ആസ് സൂൺ ആസ് എ സർട്ടൻ കണ്ടീഷൻ ഒക്കേഴ്സ്, ചില കണ്ടീഷൻ നടന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അതായത് ചില ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യുക, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്ന എപ്പോഴാണ്? when a certain condition occurs. Okay, so C program allows to jump from one statement within the loop and jump out of the loop. ഈ രണ്ട് ടൈപ്പ് ജമ്പിങ് എന്ത് ചെയ്യുന്നുണ്ട്? C പ്രോഗ്രാമിംഗ് അലോ ചെയ്യുന്നുണ്ട്. സോ ജമ്പ് ക്യാൻ ബി ഡൺ യൂസിങ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് മെൻഷൻഡ് ഹിയർ, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. വി ക്യാൻ ഓൾസോ ജമ്പ് യൂസിങ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇത് മൂന്നുമാണ് നമ്മളുടെ മൂന്നുമാണ് നമ്മളുടെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സി. അപ്പം ജമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ബ്രേക്ക്, ഗോ ടു ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, സോ ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ബൈ യൂസിങ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ജമ്പിങ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ആൻഡ് വിത്തിൻ ദ ലൂപ്പ്. അപ്പോൾ ഔട്ട് ഓഫ് ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടി ഗോ ടു അതുപോലെ തന്നെ ബ്രേക്ക് ആണ് ഉപയോഗിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ജമ്പിങ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ബൈ യൂസിങ് ബ്രേക്ക് ആൻഡ് ഗോ ടു. അപ്പോൾ ഔട്ട് ഓഫ് ദ ലൂപ്പിന് വേണ്ടി നമുക്ക് രണ്ട് കൺസെപ്റ്റാണ്, ബ്രേക്ക് അതുപോലെ തന്നെ ഗോ ടു. ഫസ്റ്റ് വൺ ഈസ് യൂസിങ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ whenever a break statement is given or it is encountered within a loop, the loop is immediately exited, which is very obvious. അതായത് ലൂപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാണ് ആൻഡ് ദ പ്രോഗ്രാം കണ്ടിന്യൂസ് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ ലൂപ്പ്. അതായത് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. ഈ ലൂപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കൊടുത്തത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ സ്വിച്ചിൻ്റെ ഉള്ളിൽ ലൂപ്പ് കൊടുക്കുന്ന പോലെ തന്നെയാണ്, സ്വിച്ചിൻ്റെ ഉള്ളിൽ ബ്രേക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ഒരു സംഭവം എക്സിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഗിവ് ലൈക്ക് ദിസ്, നമ്മളൊരു വൈൽ ലൂപ്പ് ആണ്, ദിസ് ഇസ് വൈൽ ലൂപ്പ് സ്റ്റാർട്ടിങ്, ദിസ് ഇസ് വൈൽ ലൂപ്പ് എൻഡിങ്. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്? there is some statement here, there is some statement here. if എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കണ്ടീഷൻ കൊടുത്തു. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ബ്രേക്ക് എന്നുള്ളതാണ്. അപ്പോൾ whenever this condition becomes true, ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു വൈൽ ലൂപ്പ് എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഈ വൈൽ ലൂപ്പ് എക്സിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കൺട്രോൾ എങ്ങോട്ടേക്ക് വരുന്നു?
ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് വൈൽ ലൂപ്പിൻ്റെ എൻഡിങ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയ ഇവിടത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇഫ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ, ഈ രണ്ട് ലൈൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, എക്സിറ്റ് ചെയ്യുന്നില്ല. കാരണം ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൂപ്പ് എക്സിറ്റ് ആവുന്നു. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടേക്ക് വരുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. സോ വി ആർ എക്സിറ്റിംഗ് ഫ്രം എ ലൂപ്പ് യൂസിങ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇഫ് വി ആർ യൂസിങ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് എന്തൊക്കെയോ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, ബ്രേക്ക് ആണ്. അപ്പം ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമാണ് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ ഈഫിൻ്റെ ഉള്ളിലാണ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ കൺട്രോൾ എന്ത് ചെയ്യുന്നു, ഈ വൈൽ ലൂപ്പിൻ്റെ പുറമേക്ക് വരുന്നു, ഈ ഡു വൈൽ ലൂപ്പിൻ്റെ പുറമേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ഇതാണ് ഡു, ഇതാണ് അതിൻ്റെ എൻഡിങ്, ഇതാണ് വൈല്. അപ്പോൾ ഈ ഡു വൈല് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയ ഇവിടത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ വരുന്നത്. So ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ബ്രേക്ക്, ദാറ്റ് മീൻസ് കൺട്രോൾ ഷുഡ് കം ഹിയർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദി യൂസ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് എവിടെയാണോ കൊടുക്കുന്നത്, ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യുന്നു, സ്വിച്ചിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. സോ വെൻ ലൂപ്സ് ആർ നെസ്റ്റഡ്, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെസ്റ്റഡ് ലൂപ്പ്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറൊരു ലൂപ്പ് വരുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ദ ബ്രേക്ക് വുഡ് ഓൺലി എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് ദാറ്റ് കണ്ടെയ്നിങ് ഇറ്റ്. ഏത് ലൂപ്പിൻ്റെ ഉള്ളിലാണ് അതുള്ളത് ആ ലൂപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ സി ഹിയർ, നമ്മളൊരു ഫോർ ലൂപ്പ് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് കഴിഞ്ഞ് വീണ്ടും എന്ത് കൊടുത്തു, ഒരു ഫോർ ലൂപ്പ്. അപ്പോൾ ഈഫ് കണ്ടീഷൻ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു, എന്നിട്ട് ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും കൊടുക്കുന്നത് ഇതെന്താണ്, നമ്മളെ ദിസ് ഈസ് അവർ ഇന്നർ ലൂപ്പ്, ഇത് നമ്മളെ ഇന്നർ ലൂപ്പാണ്, ദിസ് ഈസ് അവർ ഇന്നർ ലൂപ്പ്. അപ്പോൾ ഈ ഇന്നർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ, ഇന്നർ ലൂപ്പിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. മൊത്തം ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, എക്സിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആസ് എ റിസൾട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നർ ലൂപ്പിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇഫ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ, കൊടുക്കുന്നത് ബ്രേക്ക് ആണ്. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഉള്ളിലാണുള്ളത്, ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഈ ഉള്ളിലത്തെ ഫോർ ലൂപ്പാണ് എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ഇതാണ്, ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതായിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ ചെയ്യുക. അപ്പോൾ വെൻ എവർ വി ഗിവ് ഇറ്റ് ഇൻ നെസ്റ്റഡ് ലൂപ്പിലാണ് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നത് എങ്കിൽ എന്ത് മാത്രമേ എക്സിറ്റ് ആവുന്നുള്ളൂ, ആ ഒരു ലൂപ്പ് മാത്രമേ എക്സിറ്റ് ആവുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇന്നർ ലൂപ്പിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇന്നർ ലൂപ്പ് മാത്രമേ എക്സിറ്റ് ആവുന്നുള്ളൂ. അതേസമയം സപ്പോസ് ഇഫ് ഐ ഗിവ് ഇറ്റ് ഹിയർ, ഈ സംഭവം ഇഫ് കണ്ടീഷൻ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് കണ്ടീഷൻ ഞാൻ എന്ത് കൊടുത്തു, ബ്രേക്ക് എന്ന് കൊടുത്തു, ഇഫ് കണ്ടീഷൻ ബ്രേക്ക്. അപ്പം ഇഫ് കണ്ടീഷൻ ബ്രേക്ക് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ ഇഫ് കണ്ടീഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് എവിടെയാണ്, ഔട്ടർ ലൂപ്പിലാണ്, മൊത്തം ലൂപ്പിലാണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ കംപ്ലീറ്റ് ലൂപ്പ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആവുന്നത് എവിടെ നിന്നാണ്, മൊത്തം ലൂപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റാർട്ടിങ്, ഇതാണ് എൻഡിങ്. അപ്പോൾ ഈ എൻഡിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ, ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്, അതായിരിക്കും എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ ചെയ്യുക. ഓക്കെ, so that is about this one. The brake would only exit from the loop containing it. ഏത് ലൂപ്പിൻ്റെ ഉള്ളിലാണോ ബ്രേക്ക് ഉള്ളത് ആ ലൂപ്പ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ദിസ് ഈസ് അനദർ എക്സാമ്പിൾ, എക്സിറ്റിംഗ് ഓഫ് ഫോർ ലൂപ്പ്. നമ്മൾ ഫോർ ലൂപ്പ് എങ്ങനെ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഈഫ് എറർ, അതായത് ഈഫ് എറർ എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും നമ്മൾ കൊടുക്കുന്നത് കണ്ടീഷനാണ്. സോ ഇവിടെ എന്തുകൊണ്ടാണ് എറർ എന്ന് പറയാൻ കാരണം, നമ്മൾ നോർമലി ഈ ബ്രേക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇഫ് എറർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്രേക്കൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഫ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ, ഇഫ് എറർ എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലൂപ്പിൻ്റെ എൻഡിങ്, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ജമ്പിങ് or that is exiting from the loop. So this example would make it really clear for you.
ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യലി ഐൻ്റെ വാല്യൂ എന്താക്കി, ഐൻ്റെ വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നു. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഈഫാണ് വരുന്നത്. നമുക്കറിയാം 1 ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്താണ്, തെറ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഡസൻ ബ്രേക്ക്. അപ്പം ഇറ്റ് ഡസൻ ബ്രേക്ക്. ഇതെന്ന് പറയുന്നത് കർസർ വന്നതാണ്, സ്ക്രീൻഷോട്ട് കർസറാണ്. സോ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. സോ ഇഫ് ഐ ഈസ് ഈക്വൽ ടു 6 ആണ്. അപ്പം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്, ഈ കണ്ടീഷൻ തെറ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഐ, അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്തു, 1 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തു. ഇനി ഇതാണ് ഫോർ ലൂപ്പിൻ്റെ എൻഡിങ്. കണ്ടു കഴിഞ്ഞാൽ ഐ പ്ലസ് പ്ലസിലേക്ക് വരുന്നു, ഐൻ്റെ വാല്യൂ 2 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി അഗെയിൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ അഗെയിൻ ട്രൂ ആണ്. ഇഫ് ഐ ഈസ് ഈക്വൽ ടു 6, നമുക്കറിയാം 2 ഈസ് നോട്ട് ഈക്വൽ ടു 6, അഗെയിൻ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു, 2 പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ വാല്യൂ അടുത്തത് 3 ആക്കും, 3 പ്രിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ 4 ആക്കും, 4 പ്രിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ 5 ആക്കും, 5 പ്രിൻ്റ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ 6 ആക്കും. സപ്പോസ് നൗ യു സി 4 പിന്നെ 5 പിന്നെ അതിൻ്റെ വാല്യൂ 6 ആക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ 6 വരുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ലൂപ്പിൻ്റെ കണ്ടീഷൻ, എക്സിറ്റ് കണ്ടീഷൻ. നമുക്കറിയാം 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്നത് കണ്ടീഷൻ ട്രൂ ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 6 ഈസ് ഈക്വൽ ടു 6. വി നോ ദാറ്റ് 6 ഈസ് ഈക്വൽ ടു 6 ആൻഡ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്, ബ്രേക്ക് എന്നുള്ളതാണ്. വി ഹാവ് ടു ബ്രേക്ക്. നമ്മൾ ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ എങ്ങോട്ടേക്ക് വരുന്നു, ഈ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് അതിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് ദ ലൂപ്പ് വിൽ ബി എക്സിറ്റഡ്. ലൂപ്പ് എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും, 1 2 3 4 5 വരെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ബാക്കിയുള്ളത് എക്സിക്യൂഷൻ ചെയ്യുന്നില്ല. നമുക്കറിയാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ if we give like this for i equal to 1 i less than 10 അല്ലേ, i equal to 1 i less than 10 1 less than or equal to 10 എന്ന് പറയുന്ന സമയത്ത് ലൂപ്പ് ഷുഡ് എക്സിക്യൂട്ട് ഹൗ മെനി ടൈംസ്, 10 ടൈംസ്. പക്ഷെങ്കിൽ നമുക്ക് ചില സമയത്ത് ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. മേ ബി അതൊരു എറർ വരുന്ന കണ്ടീഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഡിവിഷൻ ബൈ 0 ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഇഫ് യു ആർ ഡൂയിങ് ഡിവിഷൻ ബൈ 0, അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എക്സിറ്റ് ചെയ്യേണ്ടി വരും. കാരണം മേ ബി പ്രോഗ്രാമിൽ നമ്മളിങ്ങനെ അതിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ if we take like this, for i equal to 5, i greater than or equal to 0, i minus അതിൻ്റെ വാല്യൂ ഇനീഷ്യലി 5 ആണ്. 5 greater than or equal to 0 കണ്ടീഷൻ ട്രൂ ആണ്. റിസൾട്ട് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ i. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി ക്യാൻ ഗിവ് ലൈക്ക് this, that is result print of percentage d res by i. Okay, so actually suppose if you are having value res is equal to 10, so maybe we can suppose res is equal to 10, res il 10 ആണുള്ളതെന്നുണ്ടെങ്കിൽ we can do this. I ന്റെ വാല്യൂ 5 ആണ്. 5 greater than or equal to 0 കണ്ടീഷൻ ട്രൂ ആണ്, ഉള്ളിലേക്ക് വരുന്നു. പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി res ബൈ ഐൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 10 ഡിവൈഡഡ് ബൈ 5 ആണ്. res-ലുള്ളത് 10 ആണ്, ഐൻ്റെ വാല്യൂ 5 ആണ്. സോ 10 ബൈ 5 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് 2. സോ അതെന്ത് ചെയ്യുന്നു, 2 പ്രിന്റ് ചെയ്യുന്നു. അഗെയിൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഐ മൈനസ് അതിൻ്റെ വാല്യൂ 4 ആക്കുന്നു. അപ്പോൾ അടുത്ത കേസിൽ 10 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 10 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 2 പോയിൻറ്റ് സംതിങ് ആണ്. പക്ഷേങ്കിൽ ഇവിടെ പോയിന്റിന് ശേഷമുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യുന്നു. കാരണം ഇവിടെ പെർസെൻറ്റേജ് ഡി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല res എന്താണ്, ഇൻറ്റീജർ ആണ്.
I എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റിജർ ആണ്. സോ ഇൻറ്റിനെ നമ്മൾ ഇൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് എപ്പോഴും കിട്ടുന്നത് ഇൻറ്റ് ആണ്. അപ്പോൾ 2ന് ശേഷമുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യും. അപ്പോൾ അഗെയിൻ അതെന്ത് ചെയ്യുന്നു 2 എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും I മൈനസ് മൈനസ് അതിൻ്റെ വാല്യൂ 3 ആവുന്നു. 3 ആവുന്ന സമയത്ത് അടുത്ത കേസിൽ പ്രിൻറ്റ് ചെയ്യുന്നത് 10 ഡിവൈഡഡ് ബൈ 3 ആണ്. 10 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 3 പോയിൻറ്റ് സംതിങ്. ഓക്കെ, 3 പോയിൻറ്റ് സംതിങ്. അപ്പോൾ പോയിൻറ്റ് ശേഷമുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ആ കേസിൽ 3 എന്ന് എന്ത് ചെയ്യുന്നു പ്രിൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫൈൻ. പക്ഷേങ്കിൽ നമുക്കറിയാം അറ്റ് ലാസ്റ്റ് അവസാനം എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ വാല്യൂ എത്രയാവുന്നു 0 ആവുന്നു. അതിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് ചില വാല്യൂസ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. 2 2 3 3 എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. മേ ബി 4, ഐ ഡോണ്ട് നോ. I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് ലാസ്റ്റ് അതിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി RES ബൈ ഐ. RES ബൈ ഐ എന്ന് പറയുന്ന സമയത്ത് റിസൾട്ടിൻ്റെ വാല്യൂ 10 ആണ്. 10 ബൈ ഐ 10 ബൈ 0 നമുക്കറിയാം. ഡിവിഷൻ ബൈ 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് ആണ്. ഇൻ മാത്തമാറ്റിക്സ് ഡിവിഷൻ ബൈ 0 ഈസ് അൺഡിഫൈൻഡ്. അപ്പോൾ ഇത് അൺഡിഫൈൻഡ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഓൾസോ ഡസ് നോട്ട് ഹാവ് ആൻ ആൻസർ ടു ദിസ് വൺ. ഓക്കെ, അതുകൊണ്ട് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള ഒറ്റ കാര്യമാണ്, അതായത് നമ്മൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കണ്ടീഷൻ ഇവിടെ ഇടുക. ഇഫ് I ഈസ് ഈക്വൽ ടു 0, അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്ത് കൊടുക്കുക, ബ്രേക്ക് കൊടുക്കുക. സോ വെരി സിമ്പിൾ. അതിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, റിസൾട്ട് ഈസ് ഈക്വൽ ടു I എന്ന് പറയുന്ന ഈ സംഭവം എന്ത് ചെയ്യുന്നില്ല, പ്രിൻറ്റ് ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് ബ്രേക്ക് കൊടുക്കുന്നു. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഡസ് നോട്ട് ഹാവ് ടു സ്റ്റക്ക്, ദാറ്റ് ഈസ് ബൈ കാൽക്കുലേറ്റിംഗ് 10 ഡിവൈഡഡ് ബൈ 0. 10 ഡിവൈഡഡ് ബൈ 0 കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് അതിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്ത് വി ആർ ഗിവിങ് ബ്രേക്ക്. ഓക്കെ, സോ അടുത്തതാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന 2 കേസിന് നമുക്ക് ഉപയോഗിക്കാം. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ പറ്റും. അതായത് ചില ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗോ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഓൾസോ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് ഓർ വി ക്യാൻ ഗോ ഔട്ട് ഓഫ് ദ ലൂപ്പ്. സോ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു എനിവെയർ ഇൻ ദ പ്രോഗ്രാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ് പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു എനിവെയർ ഇൻ ദ പ്രോഗ്രാം. എവിടത്തേക്ക് വേണമെങ്കിലും കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമ്മൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡു 2 തിങ്സ്. ദാറ്റ് ഈസ് വി ക്യാൻ ബ്രാഞ്ച് വിത്തിൻ ദ ലൂപ്പ് ആൻഡ് വി ക്യാൻ ഓൾസോ എക്സിറ്റ് ഫ്രം മേ ബി ഡീപ്ലി നെസ്റ്റഡ് ലൂപ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിത്തിൻ ദ ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ ദ ലൂപ്പ് നമുക്ക് ജമ്പ് ചെയ്യാം. അതുപോലെ തന്നെ വി ക്യാൻ എക്സിറ്റ് ദ ലൂപ്പ് ഓൾസോ ഫ്രം ദ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഗോ ടുവിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ കൺട്രോൾ ടു എനിവെയർ ഇൻ ദ പ്രോഗ്രാം. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദീസ് 2, ദാറ്റ് ഈസ് വിത്തിൻ ദ ലൂപ്പ് ആൻഡ് എക്സിറ്റിംഗ് ഫ്രം ദ ലൂപ്പ്. So for example, if you consider this code, while എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, if error, അതായത് ഒരു കണ്ടീഷനാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗോ ടു സ്റ്റോപ്പ് എന്നാണ്. ഗോ ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നു, സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് കൺട്രോൾ. അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് എവിടെയുള്ളത്, വി വിൽ സെർച്ച് ഫോർ സ്റ്റോപ്പ് ഹിയർ. സോ സ്റ്റോപ്പ് എവിടെയുള്ളത്, അപ്പം ഗോ ടു സ്റ്റോപ്പ്. ഇഫ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ, ഇത് ട്രൂ ആയിക്കഴിഞ്ഞാൽ കൺട്രോൾ എങ്ങോട്ടേക്കാണ് വരുന്നത്, ഈ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇവിടത്തേക്കാണ്. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന എന്താണ്, എക്സിറ്റ് ഫ്രം ദ ലൂപ്പാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ലൂപ്പ് എക്സിറ്റ് ചെയ്തു. കാരണം ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്, പുറമേക്കാണ്. അതുപോലെ തന്നെ വി ക്യാൻ ഓൾസോ ഡു ജമ്പ് വിത്തിൻ ദ ലൂപ്സ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, ഇഫ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റോപ്പിലേക്ക് വരുന്നുള്ളൂ. ഇനി കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഈ ഗോ ടു സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈഫ് കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഗോ ടു ABC എന്നാണ്. അപ്പം ഗോ ടു ABC എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ABC. അപ്പോൾ ABC ഇവിടെയുള്ളത്, സോ ഇറ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ABC. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. കോളൻ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്, കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ഗോ ഹിയർ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ജമ്പിങ് വിത്തിൻ ദ ലൂപ്പാണ് അല്ലേ. സോ കാരണം എന്താണ്, നമ്മൾ ഇവിടെയാണ്, ഈ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ആദ്യം ഉള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, ഗോ ടു ABC എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജമ്പ് ചെയ്യുന്നത്. സോ വി ക്യാൻ ജമ്പ് വിത്തിൻ ദ ലൂപ്പ് ആൻഡ് വി ക്യാൻ ജമ്പ് ഓർ വി ക്യാൻ എക്സിറ്റ് ഫ്രം ദ ലൂപ്പ് ബൈ യൂസിങ് ദിസ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും.
സോ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം നമ്മൾ പുറമേക്ക് വന്നു. ഇഫ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ ഇറ്റ് കംസ് ഔട്ട്. ഇനി ഈ കണ്ടീഷനാണ് ട്രൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്രാഞ്ച് അഗെയിൻ ഇൻസൈഡ്. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് ചെയ്യുന്നത്. സോ ഗോ ടു രണ്ടിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു നെസ്റ്റഡ് ലൂപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നെസ്റ്റഡ് ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെസ്റ്റഡ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നോർമൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഫോർ ലൂപ്പ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഫോർ ലൂപ്പ്. ഇഫ് ദിസ് കണ്ടീഷൻ ബിക്കംസ് ട്രൂ എന്താ ചെയ്യുന്നത്, ഗോ ടു എറർ. അപ്പോൾ എറർ എവിടെയാണുള്ളത്, ഇവിടെയാണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ലൂപ്പിൻ്റെയും ഇതാണ് ഇന്നർ ലൂപ്പ്, ഇതാണ് ഔട്ടർ ലൂപ്പ്. അപ്പം ഗോ ടു എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്, പുറമേക്കാണ്. രണ്ട് ലൂപ്പിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും എക്സിറ്റ് ചെയ്യുന്നത്. എക്സിറ്റ് ഫ്രം ടു ലൂപ്സ്. അപ്പോൾ നമുക്ക് ബ്രേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെസ്റ്റഡ് ലൂപ്പിൻ്റെ കേസിലൊക്കെ ബ്രേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ലൂപ്പിൽ നിന്ന് മാത്രമേ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. ഏത് ലൂപ്പിലാണ് ബ്രേക്ക് ഉള്ളത് അതിൽ നിന്ന് മാത്രമേ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. അതേസമയം നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗോ ടു ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് നമുക്ക് എല്ലാ ലൂപ്പിൽ നിന്നും എന്ത് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 3 ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് നെസ്റ്റ് ചെയ്തിട്ട് 3 ലൂപ്പുകൾ നെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും ഉള്ളിലത്തെ ലൂപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉള്ളിലത്തെ ലൂപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ എക്സിറ്റ്. അത് ഡീപ്ലി നെസ്റ്റഡ് ആയിട്ടുള്ള ലൂപ്പിൽ നിന്ന് വരെ എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ കൺസെപ്റ്റ്. ഇവിടെ നമ്മൾ പറയുന്നത് രണ്ടും കൂടിയാണ്, ജമ്പിങ് വിത്തിൻ ദ ലൂപ്പ് ആൻഡ് എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അതേസമയം റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഒരു നെസ്റ്റഡ് ലൂപ്പിൽ നിന്ന് എങ്ങനെ ജമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ജമ്പ് ചെയ്യുന്നത് ഇവിടത്തേക്കാണ്, പുറത്തേക്കാണ്. എക്സിറ്റിംഗ് ഫ്രം 2 ലൂപ്സ്, 2 ലൂപ്പ് ഉണ്ട്. സോ വി ആർ ആക്ച്വലി എക്സിറ്റിംഗ് ഫ്രം ദ ലൂപ്പ്. Now if you take an example for this go to statement, I have initialized sum is equal to 0. This is a program. So sum ന്റെ value 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം i equal to 0 കണ്ടീഷൻ 1 less than or equal to 10 കണ്ടീഷൻ ട്രൂ ആണ്. സം is equal to സം പ്ലസ് i. നിലവിൽ സമ്മിൻ്റെ വാല്യൂ 0 പ്ലസ് i എന്ന് പറയുമ്പോൾ iയും 0 ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 0 will be added to സമ്മിലേക്ക് എന്ത് ചെയ്യുന്നു, 0 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അതിനുശേഷം ഐൻ്റെ വാല്യൂ, ഐ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആക്കണം. കാരണം അതിന് മുന്നേ ഇത് നമ്മൾ ചെയ്തു. ഇനി അടുത്ത ഈഫ് കണ്ടീഷനാണ്. നമുക്കറിയാം അതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്, 0 ആണ്. അതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി 0 ഈക്വൽ ടു 5 കണ്ടീഷൻ തെറ്റാണ്. സോ അതെന്ത് ചെയ്യുന്നില്ല, ഗോ ടു ആഡ് ചെയ്യുന്നില്ല. ഗോ ടു ആഡ് എവിടെയുള്ളത്, ആഡ് എന്ന് പറയുന്നത് ഇതാണ് ലൂപ്പിൻ്റെ എൻഡിങ്, അതിൻ്റെ പുറത്താണ് ആഡ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ പുറത്താണ് ആഡ് ഉള്ളത്. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റാണ്, അതുകൊണ്ട് ഗോ ടു ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും i++ ആക്കുന്നു, അതിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ 1 ആക്കുന്നു. സോ 1 less than or equal to 10 കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ ഇറ്റ് വിൽ ഡു വാട്ട്, ഇറ്റ് വിൽ കാൽക്കുലേറ്റ് സമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് i. ദാറ്റ് മീൻസ് ഇപ്പോൾ സമ്മിൻ്റെ വാല്യൂ 0, ഇപ്പോൾ അതിൻ്റെ വാല്യൂ 1, 0 + 1 1 ആണ്. 1 വിൽ ബി ആഡഡ് ടു സമ്മിലേക്ക് 1 വരുന്നു. ഈ 5 ഈക്വൽ ടു 5, 1 എന്തല്ല, 5ന് ഈക്വൽ അല്ല. അപ്പം കണ്ടീഷൻ അഗെയിൻ തെറ്റാണ്, അപ്പം ഗോ ടു ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് വന്നു i++, അതിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു 2. അപ്പോൾ 2 less than or equal to 10 കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ സമ്മിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 1 പ്ലസ് അതിൻ്റെ വാല്യൂ 2, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 3 എന്ന് പറയുന്ന വാല്യൂ സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു. സോ സം വിൽ ബി ഈക്വൽ ടു 3. അപ്പോൾ ഇൻ ടേൺ വാട്ട് ഇറ്റ് വിൽ ഡു ഈസ്, ഇതെന്ത് ചെയ്യാണ്, 5 വരെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. 5 വരെയുള്ള വാല്യൂസ് ആഡ് ചെയ്യും. അതായത് 1 2 3 4 5, അതിൻ്റെ വാല്യൂ 3 ആകുന്ന സമയത്ത് 3യും 3യും കൂട്ടിയിട്ട് 6 വരും. അതിൻ്റെ വാല്യൂ 4 ആകുന്ന സമയത്ത് 6ഉം 4ഉം കൂടെ ആഡ് ചെയ്തിട്ട് 10 വരും. ഇനി അതിൻ്റെ വാല്യൂ 5 ആകുന്ന സമയത്ത് 10ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് സമ്മിലേക്ക് എത്ര വരും, 15 വരും. അപ്പോൾ ഇപ്പോൾ സമ്മിൽ 15 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിട്ടുണ്ട്, 5 ആയിട്ടുണ്ട്. അപ്പോൾ സമ്മിൻ്റെ വാല്യൂ 15 കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ആദ്യം ഉണ്ടാകുന്ന സമ്മിൻ്റെ റിസൾട്ട് 10 ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു 5ഉം കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, 15 കിട്ടുന്നു. അതിനെ സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ 15 വന്നിരിക്കുന്നത്. ഇനി അതിനുശേഷം വാല്യൂ i = 5 ആണോ ചെക്ക് ചെയ്യണം. നമുക്ക് അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയുള്ളത്, 5 ആണ്. 5 എന്താണ്, ഈക്വൽ ടു 5 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗോ ടു ആഡ്, ഇതെങ്ങോട്ടേക്ക് വരും, ആഡിലേക്ക് വരും. ആഡ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇത് ഇവിടുന്ന് ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൂപ്പ് എക്സിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദിസ് ലൂപ്പ് ഈസ് എക്സിറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ഗോ ടു ആഡിൻ്റെ പോർഷനിലേക്ക് വരും. സോ ഇവിടെയാണ്
ആഡ് ഉള്ളത്. സോ ഇതാണ് ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്, ഇതാണ് അതിൻ്റെ എൻഡിങ്. ഗോ ടു ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഈ ലൂപ്പ് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ ഗോ ടു ആഡ് കൊടുക്കുന്ന സമയത്ത് ആഡ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ആഡ് ഉള്ളത് ഇവിടെയാണ്. സോ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് വി സം ഈസ് ഈക്വൽ ടു സം എന്ന് പറയുന്നു. സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സമ്മിൻ്റെ വാല്യൂ എത്രയാണ്, സമ്മിൻ്റെ വാല്യൂ 15 ആണ്. സോ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ i ഈക്വൽ ടു 10 ആവുന്ന സമയത്താണ് ഗോ ടു ആഡ് കൊടുക്കുന്നത്. ഇനി സപ്പോസ് i ഈക്വൽ ടു 5 ആവുന്ന സമയത്താണ് ഗോ ടു ആഡ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ 5ന് പകരം 10 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ, ഈ സമ്മ് പ്രിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ നമ്മൾ കൊടുത്ത പ്രകാരമുള്ള ഔട്ട്പുട്ട് വരുന്നത് സം ഈസ് ഈക്വൽ ടു 15 എന്നുള്ളതാണ്. സം ഈസ് ഈക്വൽ ടു 15 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. So that's all about goto statement. Already we have learned about two types of loop constructs, that is two types of jump statement. അപ്പോൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. 3 ടൈപ്പ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഗോ ടു, വി ഹാവ് ഓൾറെഡി ലേൺഡ്. അടുത്തത് ബ്രേക്ക് ആണ്. മൂന്നാമത്തത് കണ്ടിന്യൂ ആണ്. സോ വി വിൽ ലേൺ അബൌട്ട് കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ജമ്പിങ് എന്ന് പറയുന്ന സമയത്ത് വി ക്യാൻ ഹാവ് 2 ടൈപ്സ് ഓഫ് ജമ്പിങ്. ജമ്പ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് വിത്തിൻ ദ ലൂപ്പാണ്, അടുത്തത് എന്താണ്, ഔട്ട് ഓഫ് ദ ലൂപ്പാണ്. ഇനി വിത്തിൻ ദ ലൂപ്പ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ടു ഉപയോഗിക്കാം, അതുപോലെ തന്നെ കണ്ടിന്യൂ ഉപയോഗിക്കാം. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ചില ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, എക്സിക്യൂഷൻ ചെയ്യാണ്. ഇനി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഗോ ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ വി ക്യാൻ ഓൾസോ യൂസ് വാട്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്രേക്ക് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പഠിച്ചത്. അതുപോലെ തന്നെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.